അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥിനികളെ, നമ്മുടെ വിശുദ്ധ ഖുർആന്റെ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും പ്രായവ്യത്യാസമില്ലാതെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പഠിക്കാൻ കഴിയുന്ന ഒരു ചെറിയ ഒരു ക്ലാസ്സാണ്. വളരെ കുറഞ്ഞ ഭാഗമേ എടുക്കുകയുള്ളൂ. എടുക്കുന്ന ഭാഗങ്ങൾ ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. അപ്പം അത് പല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുകയും ചെയ്യാം. ഇതിനൊക്കെ പുറമെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ പുരുഷന്മാർക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും വ്യത്യസ്തമായ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അതിലെന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെയുള്ള നമ്പറിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലുള്ള ആ ഒരു ലിങ്കിലോ ക്ലിക്ക് ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ്. സൂറത്ത് മറിയമിൻ്റെ 58 ആയത്തുകളാണ് കഴിഞ്ഞ ദിവസം ഓതിയിട്ടുള്ളത്. വളരെ കുറഞ്ഞ ആയത്തുകൾ മാത്രമേ ഓതുകയുള്ളൂ. നമ്മൾ കൂടുതൽ ഓതുക എന്നുള്ളതല്ല, മറിച്ച് ഓതുന്നത് ക്ലിയർ ആവുക എന്നുള്ളതാണ്. അപ്പം അതിനു വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, അതിനു വേണ്ടിയാണ് നമ്മൾ പഠിക്കേണ്ടതും. വളരെ മനോഹരമായിട്ട് വളരെ സാവകാശം ഓതാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അപ്പോഴേ നമ്മുടെ ഓത്ത് ഭംഗിയാവുകയുള്ളൂ. പരമാവധി അക്ഷരങ്ങളൊക്കെ ക്ലിയർ ആക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വളരെ മനോഹരമായിട്ട് പാരായണം ചെയ്യാനും പഠിക്കാനും പഠിച്ചിട്ട് ധാരാളമായിട്ട് ഖത്മുകൾ തീർക്കാനൊക്കെ ഉള്ള തൗഫീഖ് അള്ളാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പ്രായമുള്ള സഹോദരി സഹോദരന്മാരൊക്കെ ഉണ്ട്, ഉമ്മമാരുണ്ട്, ഉപ്പമാരൊക്കെ ഉണ്ട്, വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. അള്ളാഹു തആല എല്ലാവർക്കും എല്ലാ നിലക്കും ഖൈറ് പ്രദാനം ചെയ്യട്ടെ. നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവുക, അത് നമ്മൾ എപ്പോഴും ചെയ്യുക. പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ള ആ ഒരു ബേജാറൊന്നും വേണ്ട. നമ്മൾ ശ്രമിക്കുക. അതുപോലെ തന്നെ കൂടെ ഓതുകയും പറയുന്നതനുസരിച്ച് ഓതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം എന്ത് ചെയ്യും, നമ്മുടെ ഓത്ത് ക്ലിയർ ആകും ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. فخلف من بعدهم ഒരക്ഷരങ്ങൾ നോക്കിയാൽ മതി. فخلف من بعدهم മിൻ എന്നാണുള്ളത്. അതിനുശേഷം ബഅദിഹിം സുക്കൂനുള്ള നൂനാണ്. സുക്കൂനുള്ള നൂനിന് ശേഷം ബ വന്നാൽ നൂനിനെ മറിച്ച് മീമാക്കി കൊടുക്കുക. അതുകൊണ്ടാണ് ആ ചിഹ്നം അവിടെ കൊടുത്തിട്ടുള്ളത്. മീമിന്റെ ഒരു ചിഹ്നം കണ്ടില്ല അവിടെ. അപ്പൊ മിൻ എന്നുള്ളത് മിം. മിം ബഅദിഹിം നൂനിനെ മാറ്റിയിട്ട് മീമാക്കി കൊടുക്കുക. അതിന്റെ പേരാണ് ഇഖ്ലാബ് എന്ന് പറയും. സുക്കൂനുള്ള നൂനിന്റെയോ തെൻവീനിന്റെയോ ശേഷം ഇവിടെയുള്ളത് സുക്കൂനുള്ള നൂനാണ്. ഇനി തെൻവീൻ വന്നു. തെൻവീനിന്റെ ശേഷം 2 ഫത്ത് 2 കസർ 2 ലൊമ്മ്. തെൻവീൻ ഫത്ത് ഇങ്ങനെ വന്നാൽ ഇതിന്റെ ശേഷം ബ വന്നാൽ അവിടെ തെൻവീനിനെ പറിച്ച് ഇപ്പോ ഇവിടെ ഉദാഹരണത്തിന് ത എന്നുള്ളത് 2 ഫത്ത് കൊടുത്താൽ തെൻ തെൻ എന്നായി. തെൻ. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഉച്ചരിക്കുമ്പോ എങ്ങനെ ഉച്ചരിക്കുക, തെൻ തെൻ. അപ്പൊ ഈ നൂനിനെ മാറ്റിയിട്ട് മീമാക്കുക, തം എന്നാക്കുക, തം. അപ്പൊ ഇതുപോലെയാണ്. മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉസ് സ്വലാത വത്തബഉസ് ശഹവാത്. അളാഉസ് സ്വലാത വത്തബഉസ് ശഹവാത്. ഖൽഫുൻ തൻവീനേശം ഹംസ വന്നു. നിയമങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ഓർമ്മ ഉണ്ടാകണം. പറഞ്ഞതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ക്ലാസ്സുകൾ മുമ്പും കേട്ട ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുക, ഈ നിയമങ്ങളൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരണം. ആദ്യമായിട്ട് കേൾക്കുന്നവരെന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെ ഓരോ ക്ലാസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്യുന്നതോടുകൂടെ നമുക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മനസ്സിലാവും. ക്ലാസ്സുകൾ കേൾക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ പൂർണ്ണമായിട്ടും കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക.
അതുപോലെ തന്നെ കേൾക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് അതൊന്ന് ലൈക്ക് ചെയ്യുക, എന്ത് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ നമ്മുടെ ഈ വീഡിയോക്ക് ഉപകാരമാകും. അതുകൊണ്ടാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഖൽഫുൻ, ഖൽഫുൻ തൻവീന് ശേഷം ഹംസ വന്നു, അവിടെ ഇൽഹാർ ചെയ്യണം. ഹംസ വന്നാൽ ഇൽഹാർ ചെയ്യണം. ഇൽഹാർ എന്ന് പറഞ്ഞാൽ വെളിവാക്കണം. ഖൽഫു അല്ലെ, ഖൽഫുൻ എന്ന് വ്യക്തമാക്കി പറയണം. ഇൽഹാറിന്റെ അക്ഷരങ്ങൾ 6 ഹംസയാണ്. ഹംസ എന്ന് പറഞ്ഞാൽ അ ഇ ഉ അല്ലെ, ഇതാണ് ഹംസ. ഫത്ത്, അലിഫിന് ഫത്ത് കൊടുക്കുക അല്ലെ, ഗസറിന് അലിഫ് കൊടുക്കുക, പിന്നെ ഫത്തിന് അലിഫിന് ഫത്ത് കൊടുക്കുകയും അലിഫിന് ഗസർ കൊടുക്കുകയും അലിഫിന് ലൊമ്മ കൊടുക്കുകയും ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതാണ് ഹംസ. ആ എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലാഹു സ്വലാത്ത, അല്ലാഹു സ്വലാത്ത വത്തബഉ. അപ്പോ തൻവീന്റെ ശേഷം ഇവിടെ തൻവീനാണ്. ഫുൻ എന്ന തൻവീന്റെ ശേഷം ഹംസയാണ് വന്നത്. ഇതാറിന്റെ അക്ഷരങ്ങൾ 6 ഹംസ, ഹ ഹ ഖ ഖ ഐന് ഐന്, ഈ 6 അക്ഷരങ്ങളാണ്. അപ്പൊ ഈ 6 അക്ഷരങ്ങൾ വന്നാൽ ഇൽഹാർ ചെയ്യണം, വ്യക്തമാക്കണം. ഖൽഫുൻ അല്ലാഹു സ്വലാഹ്. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഖൽഫുൻ അല്ലാഹു കഴിഞ്ഞു. അതിനപ്പുറത്തെ വാക്കിലാണെങ്കിൽ അല്ലാഹു സ്വലാഹ്, അല്ലാഹു. അവിടെ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം ഒരാൾ സംശയം ചോദിച്ചിരുന്നു. അല്ലാഹു എന്ന് പറഞ്ഞാൽ നീട്ടി അവിടെ നിന്ന് വഖഫ് ചെയ്യാം. വഖഫ് ചെയ്യുകയാണെങ്കിൽ അല്ലാഹു കഴിഞ്ഞു. അങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത്. നീട്ടാനുള്ളത് നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. പിന്നെ അതിന്റെ ശേഷം ഒരു അലിഫ് കണ്ടില്ലേ, അലിഫിന് അതിന്റെ മേലൊരു ഒരു പൂജ്യം പോലത്തൊരു സംഗതി, ഒരു വട്ടപൂജ്യം കണ്ടില്ലേ, ഈ അക്ഷരം ഉച്ചാരണത്തിൽ വരില്ല. അതാണ് ആ ചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ചിഹ്നം വന്നാൽ 2 പൂജ്യമുണ്ട്, ഒന്ന് ക്ലിയർ പൂജ്യം, 0 നമ്മളൊക്കെ അച്ചടി പ്രിന്റിൽ ഇങ്ങനെ എഴുതിയാൽ ആ രൂപത്തിലുള്ള പിന്നെ പൂജ്യമുണ്ട്. ഇതൊരു ചെറിയൊരു വളവും തിരിവൊക്കെ ഉള്ള ഒരു പൂജ്യമാണ്. അപ്പോൾ അത് കണ്ടാൽ തിരി, ഈ മുസാഫിൽ കണ്ടാൽ തിരും, മറ്റുള്ള മുസാഫിലൊക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഈ പൂജ്യം ഇത് ഉച്ചാരണത്തിൽ വരില്ല. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സ്വലാത്ത വത്തബഉ, അവിടെയും കണ്ടില്ലേ, ആ അലിഫ് ഉച്ചാരണത്തിൽ വരില്ല. അതാണ് ആ ചിഹ്നം കൊണ്ട് അർത്ഥമാക്കുന്നത്. അവിടെ അതിന് മുമ്പ് പിന്നെ നീട്ടാനുള്ള വാവുണ്ട് അല്ലെ, അത് നമ്മൾ നീട്ടണം. അല്ലാഹു അല്ലാഹു സ്വലാത്ത. നേരെ മറിച്ച് അത് കൂട്ടി വായിക്കുകയാണെങ്കിൽ ആ വാവും അവിടെ ഉച്ചാരണത്തിൽ വരില്ല. കാരണം എന്താണ്, അത് നമ്മൾ അങ്ങനെയാണ് ഓതി പഠിക്കണം. ഇതിന് കാരണങ്ങളുണ്ട്. അല്ലാഹു സ്വലാത്ത എന്ന് വായിക്കരുത്, അല്ലാഹു സ്വലാത്ത. ഇവിടെ ഈ സ്ഥലങ്ങളിലൊക്കെ പലപ്പോഴും പിന്നെ ചില ആളുകൾ അല്ലാഹു അസ്വലാത്ത വത്തബഉ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓതലുണ്ട്. അങ്ങനെ ഓതാൻ പാടില്ല. അല്ലാഹു സ്വലാത്ത. നമ്മുടെ പിന്നെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന മുസാഫിലൊക്കെ എന്ത് ചെയ്യാൻ, ഈ നിയമങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചാല് വളരെ ഈസി ആയിട്ട് നമുക്ക് പാരായണം ചെയ്യാൻ കഴിയും. ഇനി മറ്റു മുസാഫില് പോകുന്ന ആളുകളാണെങ്കിലും എന്ത് ചെയ്യാവുന്ന ശ്രദ്ധിക്കുക. അല്ലാഹു സ്വലാത്ത വത്തബഉ ശഹവാത്ത്. അല്ലാഹു അസ്വലാത്ത എന്ന് വായിക്കരുത്, അല്ലാഹു കഴിഞ്ഞു. വഖഫ് ചെയ്തു. വഖഫ് ചെയ്യാതെ ഓതുകയാണെങ്കിൽ അവിടെ വാവ് ഉച്ചരിക്കൂല, അലിഫ് ഉച്ചരിക്കൂല, അതിന് ശേഷം വസ്ലിൻ ഹംസയുണ്ട്, അത് ഉച്ചരിക്കൂല, അതിന് ശേഷം ലാമുണ്ട്, ലാമിന് ഫത്ത് കസറൊന്നുമില്ല, സുക്കൂനൊന്നുമില്ല അല്ലെ. സുക്കൂൻ ഉണ്ടെങ്കിൽ ലാം ഉച്ചരിക്കും, ഇവിടെ സുക്കൂനൊന്നുമില്ല, അപ്പൊ അതും ഉച്ചരിക്കൂല. അപ്പൊ 4 അക്ഷരം ഈ കൂട്ടി വായനയിൽ ഉച്ചരിക്കൂല. അല്ലാഹു സ്വലാത്ത. അതിനെന്താ കാരണം, അവിടൊക്കെ സുക്കൂനുകളാണ്. ഒരുപാട് സുക്കൂന് വന്ന് അതൊക്കെ ഒഴിവാകും. വായനക്ക് എളുപ്പമാകാൻ വേണ്ടി അതൊക്കെ ഒഴിവാകും. അതാണ് അതിന്റെ പ്രധാന കാരണം. അല്ലാഹു സ്വലാത്ത. പിന്നെ ലാമിനെന്താണ്, അത് സ്വാദ് ശംസിയുടെ അക്ഷരമാണ് അല്ലെ. ശംസിയുടെ ഖമരിയുടെ അക്ഷരം എന്ന് പറഞ്ഞാൽ അൽ ഖമർ, അൽ ഖമർ എന്നാണ്. ഖമരിയുടെ അക്ഷരങ്ങളുണ്ട്, അങ്ങനത്തെ സ്ഥലങ്ങളിൽ അൽ ഖമർ എന്നാണ് ഉച്ചരിക്കുക. ശംസിയുടെ അക്ഷരങ്ങൾ എങ്ങനെയാ, അത്തമ്രു അല്ലെ, അൽ തമ്രു എന്നല്ല അത്തമ്രു. അവിടെ എഴുതുമ്പോ ലാം ഉണ്ടാവും, പക്ഷെ വായിക്കുമ്പോ അത്തമ്ര അല്ലെ, അങ്ങനെയാണ് വായിക്കുക.
കണ്ടില്ലേ, അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ വത്തബഉ നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ഇനി വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ വത്തബഉ ശഹവാത്, വത്തബഉ നീട്ടൂല, വത്തബഉ ശഹവാത്, അതിന്റെ അടിയിൽ വാവ് പോയി, ആ പിന്നെ അലിഫ് പോയി, അതിന് ശേഷമുള്ള വസലിന്റെ ഹംസ പോയി, ലാമ് പോയി. ലാമിന് സുക്കൂൻ ഉണ്ടെങ്കിൽ ലാം ഉച്ചരിക്കും. ഇവിടെ ലാമിന് സുക്കൂന് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഉച്ചാരണത്തിൽ വരില്ല. അപ്പോൾ ചുരുങ്ങിയത് ആ 3 അക്ഷരം പോകും. ഏത്? വാവ് പോയി, അലിഫ് പോയി, വസലിന്റെ ഹംസ ഏതായാലും പോകും. അപ്പൊ ഈ 3 കൂട്ടി വായിക്കുമ്പോൾ ഇത് 3ഉം ഉച്ചാരണത്തിൽ വരില്ല. ലാമിന് സുക്കൂൻ ഉണ്ടെങ്കിൽ ലാമും ഉണ്ടാകും, ലാമിന് സുക്കൂൻ ഇല്ലെങ്കിൽ ലാമും ഒഴിവാകും. അപ്പോ അങ്ങനെയാണ് കൂട്ടി വായിക്കേണ്ടത്. വഖഫ് ചെയ്തു, താഇന് സുക്കൂൻ കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ഞാൻ എല്ലാ നിയമങ്ങളും പറയുന്നത് ചില ആളുകൾക്ക് ചിലത് ആവശ്യം ഉണ്ടാവും, ചിലത് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ചില ആളുകൾക്ക് അതിന്റെ ബേസിക് പ്രധാനപ്പെട്ട തുടക്കത്തിൽ തന്നെ എങ്ങനെയാണ് വായിക്കാൻ അറിയാത്ത പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാവും. അപ്പൊ എല്ലാവരും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. ആവശ്യമുള്ളത് കേൾക്കുക, അത് ആവശ്യമുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. എല്ലാം കൂടി എന്ത് ചെയ്യണ്ട, തീരെ അറിയാത്ത ഒരാളെ സംബന്ധിച്ച് എല്ലാം കൂടി മനസ്സിലാക്കി വെക്കണ്ട. നമുക്ക് കൂട്ടി വായനയാണ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക, പ്രധാനമായും നമ്മുടെ വിഷയം കൂട്ടി വായന പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയതിന് ശേഷം ബാക്കി മനസ്സിലാക്കിയിട്ട് കാര്യമുള്ളൂ. അപ്പൊ കൂട്ടി വായനയാണ് ഇപ്പോൾ പ്രധാനമായും പറയുന്നത്. അതിന്റെ കൂടെ പിന്നെ മറ്റുള്ള ആളുകൾക്കും കൂടി എല്ലാവർക്കും ഉപകാരമാകുന്ന രൂപത്തിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസ് കേൾക്കുന്ന ആളുകൾ പല രൂപത്തിലുള്ള ആളുകളുണ്ട്, എല്ലാവരും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ്. അപ്പൊ അത് മാത്രം പറഞ്ഞാൽ പോരെ, ഇത് മാത്രം പറഞ്ഞാൽ പിന്നെ അത് പറയണ്ടല്ലോ എന്നുള്ളത് നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് പരിശുദ്ധ ഖുർആനാണ്. ആ ക്ലാസ് എത്ര കേട്ടാലും നമുക്ക് മതിയാവുകയില്ല. ക്ലാസ് കേട്ടാലും കൂലിയാണ്, അതിന്റെ കൂടെ ഓതിയാലും കൂലിയാണ്, എല്ലാത്തിനും നമുക്ക് കൂലിയാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. واتبعوا الشهوات فسوف يلقون غيا, فسوف يلقون غيا. അവിടെ വഖഫ് ചെയ്തു. വഖഫ് അല്ലേ, സൂറത്തിന്റെ പിന്നെ ആയത്തിന്റെ അവസാനമാണ്. യൽഖൗന ഗയ്യാ, ഗയ്യാ. നമ്മൾ വായിൽ ഇങ്ങനെ വെള്ളം കുപ്പിളിക്കുമ്പോൾ വായിൽ വെള്ളം എടുത്താണ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് ആ ശബ്ദം വരുന്നത്? ആ ഭാഗത്ത് നിന്ന് ന് വരേണ്ടത്. ഏറ്റവും തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്തു നിന്നാണ് വരേണ്ടത്, കഴുത്തിന്റെ ഏറ്റവും മുകൾ ഭാഗത്തു നിന്ന്. അതിന്റെ അടിയിൽ നിന്നാണ് ഐന് വരേണ്ടത്. ഐൻ അല്ലേ, ഐൻ. അപ്പോ അവിടുന്ന് അതിന് തൊട്ട് താഴെ ഏറ്റവും അടിയിൽ നിന്നാണ് ഹ, അതുപോലെ തന്നെ ആ എന്ന് വരേണ്ടത്. ഇവിടെ തെൻവീൻ ഫത്ത്ഹ് ആണ്. തെൻവീൻ ഫത്ത്ഹ് വന്നാൽ എന്നാണുള്ളത്, എന്നാണ് വഖഫ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ തെൻവീൻ കസ്ർ ആണെങ്കിൽ, തെൻവീൻ ലൊമ്മാണെങ്കിൽ അത് അങ്ങനെയല്ല, സുക്കു കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. തെൻവീൻ കസ്ർ ആയാലും തെൻവീൻ ലൊമ്മായാലും സുക്കും കൊടുത്തിട്ടാണ്. തെൻവീൻ ഫത്ത്ഹ് ആകുമ്പോൾ ആ തെൻവീൻ ഫത്തിനെ നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ഒരു അലിഫിന്റെ ഒരു ചെറിയ ഒരു കദർ എന്ത് ചെയ്യാ, നീട്ടുക. അത് മതി. പിന്നെ ബാക്കിയുള്ളത് വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പിന്നെ തെൻവീൻ ഫത്ത്ഹ്, അതിന് ഫത്ത്ഹ് കൊടുത്തിട്ടാണ്, ഫത്ത്ഹ് കൊടുത്തിട്ട് ഒരു അലിഫും കൂടി കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. എന്നല്ല, കൂടുതൽ നീട്ടുകയും ചെയ്യരുത്. പിന്നെ നീട്ടാനുള്ള സ്ഥലങ്ങൾ, ആ നീട്ടാനുള്ള സ്ഥലങ്ങളിൽ നീട്ടിയിട്ടുമാണ് വഖഫ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞു. അവിടൊക്കെ നീട്ടാനുണ്ട്, വാവാണ് നീട്ടാനുള്ളത്. നീട്ടാനുള്ള അക്ഷരത്തെ നീട്ടിയിട്ട് വഖഫ് ചെയ്യാം. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അവസാനത്തെ അക്ഷരത്തിന് സുക്ക് കൊടുത്തിട്ട് വഖഫ് ചെയ്യാം. നമുക്ക് ഓരോന്നും എന്ത് ചെയ്യാം പറയാം. ഇല്ല, തൻവീൻ ഫത്ത് അല്ലെ, കണ്ടിയേ? ഇല്ല ഗയ്യ എന്ന് പറഞ്ഞ ഫത്ത് ആണ്. ഇല്ല അവിടെ നീട്ടാനുണ്ട്, നീട്ടിയിട്ട് വഖഫ് ചെയ്യാം. ഇല്ല അലിഫുണ്ടല്ല, ഇല്ല അവിടെ അലിഫുണ്ട്. അപ്പൊ അലിഫിന് പിന്നെ അലിഫുണ്ടെങ്കിൽ നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ഇല്ല മൻ വഖഫ് ചെയ്തു. ഇല്ല മൻ താബ്,
ബാഇന് ഫത്ഹാണ്. പറഞ്ഞത് ഓർമ്മണ്ടാകും. തെൻവീൻ ഫത്ത് നീട്ടാനുള്ള അക്ഷരം നീട്ടിയിട്ട് വഖഫ് ചെയ്യുക, തെൻവീൻ ഫത്തും നീട്ടിയിട്ട് വഖഫ് ചെയ്യുക, നിർത്തുക. ബാക്കിയുള്ളതൊക്കെ എല്ലാ അക്ഷരത്തിനും നമ്മൾ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുമ്പോൾ അവിടെയൊക്കെ സുക്കൂൻ കൊടുക്കുക. ഇല്ല മൻ താബ് അവിടെ വഖഫ് ചെയ്തു. അപ്പോൾ വഖഫ് ചെയ്തപ്പോൾ ഫത്ഹാണ്, ഫത്ത് കൊടുക്കുക. ഇല്ല മൻ താബ ഇല്ല മൻ താബ വആമൻ വഖഫ് ചെയ്തു. നൂൻ ഫത്ഹാണ്. ഇല്ല മൻ താബ വആമന വഅമിൽ വഖഫ് ചെയ്തു. ലാമിന് ഫത്ഹാണ്. വഅമില സ്വാലിഹ സ്വാലിഹ തൻവീൻ ഫത്ഹാണ്. തൻവീൻ ഫത്ത് ആകുമ്പോൾ ഫത്ത് കൊടുക്കുകയും അല്പം നീട്ടിയിട്ട് വഖഫ് ചെയ്യുക അല്ലേ. സ്വാലിഹൻ സ്വാലിഹ എന്നല്ല, സ്വാലിഹ. ഫഉലൈക വഖഫ് ചെയ്തു. ഫഉലൈക ഉലാ അവിടെ മദ്ദുണ്ട്, മദ് നീട്ടുക. ഫഉലൈക فأولئك يدخلون നൂനിന് വഖഫ് ചെയ്തു. നൂനിന്മ വഖഫ് ചെയ്തപ്പോൾ നൂനിന് ഫത്ഹാണ്, ഫത്തിനെ സുക്കൂനാക്കുക. فأولئك يدخلون الجنة താ ആണ് അല്ലേ. താനെ സുക്കൂൻ കൊടുക്കാൻ ഇങ്ങനെ ഹ ആക്കിയിട്ടാണ് ഉച്ചരിക്കുന്നത്. ജന്നഹ് ജന്നഹ് അല്ലേ. അങ്ങനെ ജന്നഹ് എന്ന് പറയുന്നത് ജന്നഹ്. അതിന് മുമ്പ് ശദ്ദുള്ള നൂനാണ്. ശദ്ദുള്ള നൂൻ വരുന്നാൽ എപ്പോഴും മണിക്കേണ്ടതാണ്. ജന്നഹ് മണിച്ചതിന് ശേഷമേ നൂന് പറയേണ്ട ആവശ്യമുള്ളൂ. ജന്നഹ് മണിക്കാന്ന് പറഞ്ഞാൽ നൂന് ശദ്ദുള്ള നൂന് വന്നാൽ തന്നെ അതിൽ ഓട്ടോമാറ്റിക് മണിക്കൽ വരണം. അതാണ് നൂന്. ജന്നഹ് യദ്ഖുലൂനൽ ജന്നത വലാ യുദ്ലമൂൻ. ഇവിടെ ഒന്നും ഇപ്പം വഖഫ് ചെയ്യേണ്ട ആവശ്യമില്ല. വഖഫ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് വഖഫ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. വലാ യുദ്ലമൂൻ നൂനിന് ഫത്ഹാണ്, വഖഫ് ചെയ്തു. വലാ യുദ്ലമൂന ശൈആ തൻവീൻ ഫത്ഹാണ്. തൻവീൻ ഫത്ഹിനെ ഫത്ഹാക്കുകയും നീട്ടുകയും ചെയ്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ശൈആ ശൈആ എന്നല്ല, ശൈആ. അപ്പോ ഈ രണ്ടായത്ത് ഒന്നുകൂടി ഒന്ന് ഓതി നോക്കി. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات വഖഫ് ചെയ്തു. വഖഫ് ചെയ്യേണ്ടി വന്നു. കാരണം എന്താണ്? അവിടെ ശ്വാസം ബാക്കി ഓതാൻ ശ്വാസം കിട്ടുന്നില്ല, അപ്പൊ നിർത്തി. അതിനാണ് വഖഫ് എന്ന് പറയുന്നത്. فسوف يلقون غيا ഇവിടെ സിലാന്ന് കണ്ടില്ലേ. അവിടെ എന്താ ചെയ്യാ? ചേർത്തി ഓതലാണ് നല്ലത്. രണ്ടും ചെയ്യാം. വഖഫ് ചെയ്യും ചെയ്യാം, ചേർത്തി ഓതും ചെയ്യാം, ഒക്കെ ചെയ്യാം. فسوف يلقون غيا إلا من تاب وآمن وعمل صالحا فأولئك يدخلون الجنة فأولئك يدخلون الجنة ولا يظلمون شيئا فأولئك ഫഊലൈക എന്ന് വായിക്കരുത്. അവിടെ വാവിനെ ഉച്ചരിക്കൂല. നേരത്തെ പറഞ്ഞല്ലോ. ശരിക്ക് ഖുർആൻ മുസാഫിലുള്ള സുക്കൂന് യദ് എന്നുള്ളടത്ത് കണ്ടില്ലേ. യദ് യദ് ദാലിന്റെ സുക്കൂൻ കണ്ടില്ലേ, അതാണ് സുക്കൂന്. മറ്റൊന്നും സുക്കൂനല്ല. ഫഉലൈക എന്നുള്ളടത്ത് കണ്ടില്ലേ, അത് സുക്കൂനായിട്ട് ഉച്ചരിക്കൂല. ഫഉലൈക യദ്ഖുലൂനൽ ജന്ന യദ്ഖുലൂനൽ യദ്ഖുലൂനൽ കണ്ടില്ലേ, ലാമിന് സുക്കൂന്. യദ് യദ് അവിടെ ദാലിന് സുക്കൂനുണ്ട്. ഇതാണ് എന്ത്? സുക്കൂന്. അപ്പൊ അതിന് മുമ്പുള്ള വാവിന് ഫഊന്ന് കണ്ടില്ല. ഊന്ന് വായിക്കാതെ ഫഉല, അത് ഉച്ചാരണത്തിൽ വരില്ല. അതാണ് ആ 0 കൊണ്ട് 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫഉലൈക യദ്ഖുലൂനൽ ജന്നത വലാ യുദ്ലമൂന ശൈആ 61-ാമത്തെ ആയത്ത്.
ആദ്യം ഓതി നോക്കുക. അത് നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ഓതി നോക്കുക. ഒന്ന് വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ആക്കുക, എന്നിട്ട് നോക്കിയിട്ടോ ഖുർആനിൽ നോക്കിയിട്ടോ എന്ത് ചെയ്യുക, ഒന്ന് ഓതി നോക്കുക. ആ ഒന്ന് ഓതി നോക്കിയിട്ട് നമ്മൾ ഓതുന്നത് പോലെ തന്നെയാണോ പിന്നെ ഉസ്താദ് ഓതുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ ഓതാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ആക്കിയിട്ട് ഓതി നോക്കുക. ജന്നാതി അദ്നില്ലതി വഅദ അർറഹ്മാനു ഇബാദഹു ബിൽ ഗൈബ് ഇന്നഹു കാന വഅദുഹു മഅതിയാ ജന്നാതി അദ്ൻ വഖഫ് ചെയ്തു. ജന്നാത് വഖഫ് ചെയ്തു. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കസറാണ്, സുക്കൂൻ കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അതിന് മുമ്പ് നീട്ടാനുള്ള അക്ഷരമാണ് നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ അല്പം നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. മദ് ആരിലാണ്. ജന്നാത് വഖഫ് ചെയ്തു. ജന്നാതി അദ്ൻ ദാലിന് സുക്കൂനാണ്. ജന്നാതി അദ്നില്ലതി അദ്ൻ ല്ലേ. അതിന് ശേഷം ഒരു തൻവീൻ കസറാണ്, രണ്ട് കസറുണ്ട് നൂനിന്. അത് നിൻ ഇങ്ങനെയുള്ള സ്ഥലം പ്രത്യേകം ശ്രദ്ധിക്കുക. കസർ ഇല്ല കണ്ടേ, ഈ കസർ തൻവീന്റെ ശേഷം എന്താണ്, പിന്നെ വസ്ലിന്റെ ഹംസയും ലാമും വന്നാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്നാണ് വായിക്കേണ്ടത്. അപ്പോ എന്നാണ് കൂട്ടി വായിക്കേണ്ടത്. അപ്പൊ ശ്രദ്ധിക്കുക, രണ്ട് നൂന് വരുന്ന രൂപത്തിൽ. തൻവീൻ എന്ന് പറഞ്ഞാൽ തൻവീൻ കസറാണ് ഇവിടെ അല്ലേ. തൻവീൻ കസർ വന്നാൽ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജന്നാതി അദ്നില്ലതി വഅദ അർറഹ്മാനു ഇബാദഹു. ജന്നാത്തു നമ്മൾ ഇവിടെ പറയലുണ്ടല്ലോ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീല. മുഹമ്മദൻ എന്ന് തൻവീനാണ്, തൻവീൻ ഫത്ഹാണ്. തൻവീൻ ഫത്ഹിന് ശേഷം പിന്നെ മുഹമ്മദനിൽ വസീല, അവിടെ അലിഫും പിന്നെ അവിടെ ഒരു അലിഫുണ്ട്, പിന്നെ ലാമുണ്ട്. അപ്പോ ഇവിടെ മുഹമ്മദൻ എന്നാണുള്ള. മുഹമ്മദൻ എന്ന തൻവീൻ ഫത്ഹിന് ശേഷം അലിഫും ലാം വന്നു. അവിടെ വായിക്കണം മുഹമ്മദനിൽ വസീലത. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല വദ്ദറജത റഫീഅ വബഅത്ഹു മഖാമൻ മഹ്മൂദനില്ലതി. മഹ്മൂദൻ എന്നുള്ള മഹ്മൂദനിൽ, അവിടെ തൻവീൻ ഫത്ഹാണുള്ളത്. അപ്പൊ അവിടെ നമ്മൾ എങ്ങനെ ഓതുക, മഹ്മൂദനില്ലതി. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഈ ഫത്ത് തൻവീനുള്ളടത്ത് അവിടെ ഈ പിന്നെ അതിന്റെ ഇടയിൽ അതിന് ശേഷം അലിഫും ലാമും വരുന്ന ഈ സ്ഥലം കണ്ടില്ലേ, അദിൻ എന്നതിന് ശേഷം അലിഫും ലാമുമാണ്. ഇങ്ങനെയുള്ള ഈ സ്ഥലത്ത് അവിടെ ഒരു പിന്നെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു നൂനിനെ കൊണ്ടുവരണം, കസനാക്കപ്പെട്ട നൂനിനെ കൊണ്ടുവരണം. ഇവിടെ എന്താണ് എന്നാണ് പറയേണ്ടത്. മുഹമ്മദ അവിടെ ദാലിന് ഫത്തേന് കൊടുക്കണം. മുഹമ്മദ നിൽ വസീലത്ത, മുഹമ്മദ നിൽ വസീലത്ത എന്നാണ് പറയേണ്ടത്. മുഹമ്മദ നി ദനിൽ വസീലത്ത. ഇവിടെ പിന്നെ നൂനിന് കസറാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, കസർ തന്നെയാണ് കൊടുക്കേണ്ടത്. വേറെ കൊണ്ടുവരണം. വീണ്ടും വീണ്ടും പറയുന്നത് മാറാതിരിക്കാൻ വേണ്ടിയാണ്.
ജൻ എപ്പോ ഓതുമ്പോഴും തൻവീന് ശബ്ദമുള്ള നൂന് അത് മണിച്ചിട്ടേ ആ നൂനിങ്ങനെ പറയേണ്ടതുള്ളൂ. ജൻ മണിക്ക. ജന്നാതി അദ്നിനില്ലതി വഅദർ റഹ്മാൻ വഅദർ റഹ്മാനു ഇബാദഹ്. ഇബാദഹ് അവിടെ നിർത്തി. അപ്പൊ ഇബാദഹ് നിർത്തുന്നില്ല എങ്കിൽ ഹു എന്നത് നീട്ടണം. കാരണം എന്താണ്? ഹു എന്നതിന്റെ തൊട്ട് മുമ്പും തൊട്ട് ശേഷവും എന്തില്ല? സുക്കൂനില്ല. وعد الرحمن عباده അല്പം നീട്ടുക, കൂടുതൽ നീട്ടരുത്. ഇബാദഹു ബിൽ ഗൈബ്. അവിടെ മദ്ദലീന് വരുന്നു. ബാഇന് സുക്കൂൻ കൊടുത്തു. തൊട്ട് മുമ്പുള്ള യാ ആണ്. യാന് ഒറിജിനൽ അവിടെ സുക്കൂൻ കാണുന്നുണ്ട്, അസ്ലിയായ സുക്കൂൻ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലത്ത് മദ്ദലീന് വരും. ബിൽ ഗൈബ്. ഇന്നഹു നീട്ടണം. ഇന്നഹു ഒന്ന് കഴിഞ്ഞിട്ട് അടുത്ത ഓതിയാൻ മതി. എന്നാ നേരത്തെ ഞാൻ വീട് സ്റ്റോപ്പ് ആക്കാൻ പറഞ്ഞത്. ഓതി നോക്കുക, സ്റ്റോപ്പ് ആക്കുക, എന്നിട്ട് ഓതി നോക്കുക. ഓരോ പദത്തിലും ഓരോ വാക്കിലും എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഓർമ്മയിലുള്ളതെങ്കിലും വരണം. അങ്ങനെ വന്നിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് അത് ഓത്തിൽ കൊണ്ടുവരണം. ആദ്യം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക. ഇന്ന ഭാഗത്ത് ഇന്നതൊക്കെ ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യുക? ഓത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് എപ്പോഴും ഇങ്ങനെ ക്ലാസ് കേൾക്കുമ്പോൾ അത് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഒരുപാട് ആളുകൾ സ്ഥിരമായിട്ട് ക്ലാസ് പൂർണ്ണമായിട്ടും കേൾക്കുകയും അത് ഓതിയിട്ട് റിസൾട്ട് അറിയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, വളരെ നല്ലത് കാര്യം തന്നെയാണ്. അല്ലാഹു തആല നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കട്ടെ. നല്ല നിയ്യത്തോടുകൂടെ നമുക്ക് ഓതി പഠിക്കാനൊക്കെയുള്ള തൗഫീഖ് പ്രദാനം ചെയ്തിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അപ്പോ ഇന്നഹു കാന വഅദുഹു മഅതിയാ. ഇന്നഹു കാന വഅദുഹു മഅതിയാ. യാന് ശബ്ദുണ്ട്. അപ്പോ നേരത്തെ പറഞ്ഞത് ഇന്ന ശബ്ദുള്ള നൂനാണ്. അവിടെ മണിക്കൽ ഇങ്ങനെ വരണം. എന്നിട്ട് ഇന്ന പറഞ്ഞ മതി. ഇന്നഹു കാന വഅദുഹു മഅതിയാ. അടുത്ത ആയത്ത് അത് ഓതുമ്പോൾ ഒന്ന് വീഡിയോ സ്റ്റോപ്പ് ആക്കുക. എന്തൊക്കെ കൊണ്ടുവരണം എന്ന് എന്ത് ചെയ്യുക, എവിടെയൊക്കെ ശ്രദ്ധിക്കണം. പ്രധാനമായിട്ടും നമുക്ക് നമ്മുടെ മനസ്സിലുള്ളത് ഏതൊക്കെയാണ് എന്ന് ഒന്ന് നോക്കുക, എവിടൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ്. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ ഇല്ലാ സലാമാ വലഹും റിസ്ഖുഹും ഫീഹാ ബുക്റതൻ വഅശിയ്യാ. لا يسمعون فيها لغوا. തൻവീനാണ്. തൻവീൻ ശേഷം ഹംസ ഒന്ന് വെളിവാക്കണം. ലഗ്വൻ ഇല്ലാ സലാമൻ എന്നാണ്. സലാമ അലിഫൂണിണ്ട് അല്ലേ. വലഹും റിസ്ഖുഹും ഫീഹാ ബുക്റതൻ വഅശിയ്യാ. ബുഖ്റത്തൻ തൻവീനാണ്. തൻവീൻ ശേഷം വാവ് വന്നു. നൗമി നൂന് വാവ് മീമ് യാ. നാലക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ സുക്കൂനുള്ള നൂനിന്റെയോ തൻവീന്റെയോ ശേഷം വന്നാൽ ഇദ്ഗാം ബിഗുന്നയാണ്. തൻവീനിനെ വാവിലേക്ക് കൂട്ടി യോജിപ്പിച്ച് മണിക്കുക. എങ്ങനെ? ബുഖ്റതൻ വഅശിയ്യാ. അപ്പോ ഈ ആയത്തുകളാണ് ഓതിയിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രാവശ്യം കൂടി ഒന്ന് ഓതി നോക്കുക. എല്ലാവരും കൂടെ ഓതുക. പരമാവധി എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ കേൾക്കുക. കേട്ടതിന് ശേഷം എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് അടിക്കാൻ. ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് അടിക്കുക. പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിനൊക്കെ പുണ്യം നമുക്ക് കരസ്ഥമാക്കട്ടെ. നല്ല നിയ്യത്തോടു കൂടെ ഞാൻ പറഞ്ഞു വിചാരിച്ചിട്ട് എന്ത് ചെയ്യണ്ട, നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുകയൊന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് പരമാവധി എന്ത് ചെയ്യുക, നല്ല നിയ്യത്തോടു കൂടെ എല്ലാവർക്കും അയച്ചു കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കേൾക്കണം എന്നൊക്കെ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടാവും. നല്ലോണം പിന്നെ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഏതെങ്കിലും ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുക്കൊന്നും വേണ്ട.
പരമാവധി നമുക്ക് ആവശ്യമുള്ള വിശുദ്ധ ഖുർആൻ പഠിക്കണം എന്നൊക്കെ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടാവും, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും. അവർക്കും വേണ്ടി എന്ത് ചെയ്യുക, ഒന്ന് കൈമാറുക. കുറേ ആളുകൾ നമ്മൾ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല. ഉള്ള ആളുകൾ, അത് കുറഞ്ഞ ആളുകളായാലും കുഴപ്പമില്ല, ഉള്ള ആളുകൾ എന്ത് ചെയ്യണം, ക്ലാസ്സുകൾ കേൾക്കണം. അതിനാണ് നമ്മൾ പ്രധാനമായും പറയുന്നത്. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا إلا من تاب وآمن وعمل صالحا فأولئك يدخلون الجنة ولا يظلمون شيئا. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا إلا من تاب وآمن وعمل صالحا فأولئك يدخلون الجنة ولا يظلمون شيئا. جنات عدن التي وعد الرحمن عباده بالغيب إنه كان وعده مأتيا لا يسمعون فيها لغوا إلا سلاما ولهم رزقهم فيها بكرة وعشيا. صدق الله العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ പറഞ്ഞതും കേട്ടതും പാരായണം ചെയ്തൊക്കെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഓരോ ഹർഫിനും ധാരാളം ഹസനത്തുകൾ അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നിനക്ക് പകരമായിട്ട് അല്ലാഹു തആല ധാരാളം ഖൈറുകൾ നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ ഇബാദത്തുകളിൽ, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും, പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിനൊക്കെ എല്ലാ നിലക്കും റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ എല്ലാ കർമ്മങ്ങളും ഒക്കെ ചെയ്യാൻ അതിലൊക്കെ ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടുകളിൽ നമ്മുമായി ബന്ധപ്പെട്ട ഏതെല്ലാം മേഖലകളിലും അവിടെയൊക്കെ ഏതെല്ലാം പ്രവർത്തനങ്ങളിലും അല്ലാഹു തആല എല്ലാ പ്രവർത്തനങ്ങളിലും അവൻ്റെ ഖൈർ പ്രദാനം ചെയ്യട്ടെ. എല്ലാ നിലക്കുള്ള ബറക്കത്തും റഹ്മത്തും ചൊരിഞ്ഞ് നമുക്കൊക്കെ സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ വിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയൊക്കെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞിരുന്നു, ഒരുപാട് കൃഷിയുണ്ട്, അതുപോലെ തന്നെ 1-2 ദിവസമായി ഞാനത് വിട്ടുപോയതാണ്. ഒരുപാട് പ്രയാസം പറഞ്ഞു. എന്തുണ്ടാക്കിയാലും കൃഷി പല നിലക്കും ആടുകളും മറ്റൊക്കെ ആയിട്ട് പല നിലക്കും പല വിഷയങ്ങൾ പറഞ്ഞിരുന്നു. അതൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്, എന്താണെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞു. അല്ലാഹു തആല എല്ലാ നിലക്കും സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെയൊക്കെ എന്തുദ്ദേശമാണെങ്കിലും പൂർണ്ണമായി പറഞ്ഞതൊന്നും ഓർമ്മയില്ല. എന്നിരുന്നാലും എന്തുണ്ടാക്കിയാലും കൃഷി എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. ആടിന്റെ ഫാം, ഇതൊക്കെ വല്ലാത്തൊരു സന്തോഷമാണ്. ഏതായാലും വേണ്ടില്ല. അതുപോലെ തന്നെ മക്കളെ കാര്യത്തിലൊക്കെ ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ എല്ലാ നിലക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആ ഉമ്മാക്ക്, ആ സഹോദരിക്ക് എല്ലാ നിലക്കും ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. വളരെ മൈശത്തിന്റെ കാര്യം, അതുപോലെ തന്നെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മെ പ്രചോദിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ മക്കളുടെ കാര്യത്തിലൊക്കെ ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ആ ഉമ്മാക്ക് എല്ലാ നിലക്കും സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഉമ്മ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടത്താനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ എല്ലാവിധ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഞാൻ ഈ നബിദിനത്തിൻ്റെ തിരക്കുമായി ബന്ധപ്പെട്ടതുകൊണ്ട് സഹോദരി പറഞ്ഞത് മുഴുവൻ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും വേണ്ടില്ല. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, പലവിധ ഉദ്ദേശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എല്ലാം ഒരുപോലെ ആയതുകൊണ്ടാണ് എല്ലാ വിഷയം കൂടിയും പറയാത്തത്. ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ സാധാരണ എപ്പോഴും ദുആ ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലാഹു തആല എല്ലാ നിലക്കുള്ള ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. ആ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും അത്രേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എല്ലാവർക്കും എല്ലാ നിൽക്കും എല്ലാവരുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു തആല പരിപൂർണമായിട്ടും ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ, പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്നവരിൽ അല്ലാഹു തആല നമ്മയും നമ്മുടെ ബന്ധപ്പെട്ട മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, ഭാര്യമാർ, അതുപോലെ തന്നെ എല്ലാവരും എല്ലാ നിലക്കും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ തിരുസവിധത്തിൽ ഈ മാസത്തിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട്, വിശുദ്ധ ഖുർആന്റെ ഒക്കെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ഹബീബിന്റെ കൂടെ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന ബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.